നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട നായരീഴവ സംഖ്യത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലും CPM കേന്ദ്ര കമ്മിറ്റിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനുമാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും കണ്ടാലറിയാകുന്നത്. ഇരുവരെയും തൊട്ടാൽ നാറുമെന്ന അവസ്ഥയിലാണ് CPM കേന്ദ്ര കമ്മിറ്റിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവും. സമുദായ നേതാക്കളുടെ രൂക്ഷ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലപാടിൽ മാറ്റമില്ലെന്ന് സതീശൻ പ്രഖ്യാപിച്ചത് ഹൈക്കമാൻഡിൽ നിന്നും പച്ചക്കൊടി ലഭിച്ചയുടനെയാണ്. കൊച്ചിയിൽ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയാണ് ഇത്തരമൊരു പ്രസ്താവന സതീശൻ നടത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസിനാകട്ടെ ഇരു നേതാക്കളെയും കാണുന്നത് പോലെ അസ്വസ്ഥതയാണ്. ബേപ്പൂരിൽ PV അൻവർ വരുന്നതോടുകൂടി തന്റെ സാധ്യതകൾ അടയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹിന്ദു വർഗീയ നിലപാടുകൾ തന്റെ തോൽവിക്ക് കാരണമാകുമെന്നും റിയാസ് വിശ്വസിക്കുന്നു. നിയമസഭയുടെ നയപ്രഖ്യാപനത്തിനെത്തിയ ഗവർണറുമായി മുഖ്യമന്ത്രി കോർത്തതിൽ മാത്രമാണ് റിയാസിന് പ്രതീക്ഷ. സമുദായ നേതാക്കൾ ഇടതിൽ ചവിട്ടി നിന്നാൽ ന്യൂനപക്ഷങ്ങൾ ഐക്യമുന്നണിയിൽ കേന്ദ്രീകരിക്കും. SNDP NSS സഖ്യം സതീശന് എതിരെ ഉള്ളതല്ല എന്ന സുകുമാരൻ നായരുടെ പ്രസ്താവന കോൺഗ്രസ് കേട്ട ഭാവം നടിച്ചില്ല. പാർട്ടിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ചേരിതിരിവ് ഉണ്ടാവാതിരിക്കാൻ നേതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. സതീശൻ പറഞ്ഞത് കോൺഗ്രസിന്റെ നയമാണെന്ന് രമേശ് ചെന്നിത്തലയും മുരളീധരനും ആവർത്തിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്. സമുദായ നേതാക്കളുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവർത്തിച്ചു. സമുദായ നേതാക്കളുമായി സംഘർഷം തുടർന്നുകൊണ്ട് പോകരുത് എന്ന അഭിപ്രായം കോൺഗ്രസിലുണ്ട്. അവരുമായി നല്ല ബന്ധം നിലനിർത്തണം, എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല. ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. കോൺഗ്രസിനെയും സമുദായങ്ങളെയും അകറ്റാനുള്ള CPMന്റെ കളിക്ക് നിന്നുകൊടുക്കരുത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സമുദായ നേതാക്കൾ ഇടത്തിൽ തുടർന്നാൽ കോൺഗ്രസിന് ഭരണം പിടിക്കുക ശ്രമകരമല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. UDFന് അനുകൂലമായി വോട്ടൊഴുകിയതും BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായതുമാണ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന വേളയിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. UDFനുണ്ടായ വിജയം 2010 തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമെന്ന് പറയാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് മൂന്നാം മുന്നണിയായി മത്സരിച്ച BJPയുടെ മുന്നേറ്റമാണ്. 2024 തൃശൂർ ലോക്സഭാ സീറ്റിൽ വിജയം നേടി ചരിത്രം കുറിച്ച BJP അതിന്റെ തുടർച്ചയായി തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ നഗരസഭയുടെ ഭരണത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നത് മാത്രമല്ല, കൊല്ലം, കോഴിക്കോട്, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നീ നഗരസഭകളിലും നിരവധി മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഇരുമുന്നണികളെയും പുറകിലാക്കി മുന്നേറി എന്നതും ശ്രദ്ധേയമാണ്. ഇതിലൊന്നും സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും ഒരു റോളും ഉണ്ടായിരുന്നില്ല. കാരണം കാരണവന്മാർ അപ്പോഴും ഇടതുപക്ഷത്തിനായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിനെതിരായ ജനവിധി UDFനും BJPക്കും അനുകൂലമായി. UDF 7 ജില്ലാ പഞ്ചായത്തുകളിലും 4 കോർപ്പറേഷനുകൾ, 52 മുനിസിപ്പാലിറ്റികൾ, 511 ഗ്രാമപഞ്ചായത്തുകൾ, 79 ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവയിലും വിജയം നേടിയപ്പോൾ ഇടതുപക്ഷം ഒരു കോർപ്പറേഷൻ, 28 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 63 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 340 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ നേടി. BJP 26 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും തിരുവനന്തപുരം നഗരസഭയിലും വിജയം നേടി. 1447 പഞ്ചായത്ത് വാർഡിലും 54 ബ്ലോക്ക് സീറ്റിലും 324 മുനിസിപ്പൽ വാർഡുകളിലും 93 കോർപ്പറേഷൻ വാർഡുകളിലും 1 ജില്ലാ പഞ്ചായത്ത് സീറ്റിലും BJP വിജയിച്ചു. ആകെ 1918 വാർഡുകളിൽ BJP വിജയിച്ചു. BJPയെ 2 സമുദായ നേതാക്കളും സഹായിക്കാതെ നേടിയ വിജയമാണിത്. കഴിഞ്ഞ 9.5 വർഷത്തെ പിണറായി സർക്കാരിനെതിരായ ജനവികാരമാണ് ദുർബലമായ UDFന് വൻ വിജയം സമ്മാനിച്ചത്. BJP ശക്തമായ ജില്ലകളിൽ ഭരണവിരുദ്ധ വോട്ടുകൾ BJPക്ക് സഹായകമായി. ഒറ്റനോട്ടത്തിൽ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു തരംഗം UDFന് അനുകൂലമായി കാണണമെങ്കിലും അവസാനത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFന് 80 നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് ഭൂരിപക്ഷം ഉള്ളത്. BJPക്ക് 2 സീറ്റുകളിൽ 1-ാം സ്ഥാനം ലഭിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് 50 നിയമസഭാ സീറ്റുകളിൽ മേൽക്കോയ്മയുണ്ട്. സംസ്ഥാനത്ത് ആകെ UDFന് 38.81% വോട്ട് ലഭിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് 34.45%, BJPക്ക് 14.71% വോട്ട് ലഭിച്ചു. ഗ്രാമപഞ്ചായത്തിലെ BJP വോട്ടുകൾ കൂടെ കൂട്ടിയാൽ BJPയുടെ വോട്ടുകളിൽ വ്യത്യാസം ഉണ്ടാകും. UDF തരംഗം ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ലകളിൽ ഒതുങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം അടിസ്ഥാനപരമായി ന്യൂനപക്ഷ മേഖലകളിലാണ് പ്രകടമായത്. ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ മലപ്പുറം, വയനാട്, എറണാകുളം, കോട്ടയം, ഇടുക്കി എന്നീ 5 ജില്ലകളിൽ UDFന് സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായി. കൂടാതെ
കൂടാതെ ന്യൂനപക്ഷങ്ങൾക്ക് താരതമ്യേന മേൽക്കോയ്മയുള്ള കോഴിക്കോട്, കാസർഗോഡ്, പത്തനംതിട്ട തുടങ്ങിയ 3 ജില്ലകളിലും UDFന് നേട്ടമുണ്ടായി. ഹിന്ദുക്കൾക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ള കണ്ണൂർ, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 6 ജില്ലകളിൽ ഇടതുപക്ഷവും BJPയും നേട്ടമുണ്ടാക്കി. BJP കാസർഗോഡ് ജില്ലയിലും സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി മാറിയതിലാണ് മന്ത്രി റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് സങ്കടം. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം UDFനുണ്ടായ അത് നിർണായകമായ ഭരണമാറ്റത്തിന് കാരണമാകും. 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഐക്യമുന്നണി സർക്കാർ അധികാരത്തിലെത്തിയത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൊണ്ടാണ്. ഇത് തന്നെയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനെയും ഭയപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസം പോലെയുള്ള പ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന്റെ കയ്യിലെത്തിയാൽ തങ്ങൾക്ക് കാര്യമായ യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ലെന്ന് സമുദായ നേതാക്കൾ കരുതുന്നു. 2011 UDF മന്ത്രിസഭയുടെ കാലത്ത് ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെ സുകുമാരൻ നായർ പരസ്യമായ നിലപാടെടുത്തത് വിസ്മരിക്കാൻ കഴിയില്ല. ഇതൊരു പക്ഷേ ഇനിയും ആവർത്തിച്ചുകൂടാ എന്നില്ല. എന്നാൽ മുഹമ്മദ് റിയാസിനുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ന്യൂനപക്ഷങ്ങളെ പരസ്യമായി തള്ളാനാവില്ല എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് വഴിമാറിയാൽ ആദ്യം തോൽക്കുക മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കും. അതിനാൽ ഞായർ ഈഴവ സഖ്യത്തിൽ റിയാസ് വിശ്വസിക്കുന്നില്ല. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുമ്പോൾ ഞായർ ഈഴവ സഖ്യത്തെ പിണറായി തള്ളിപ്പറയും. കാരണം റിയാസ് തോറ്റാൽ വീട്ടിൽ കലാപം നടക്കും. ക്ലിഫിൽ നടക്കുന്നത് അപ്രതീക്ഷ സംഭവ വികാസങ്ങളാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തെല്ലാം സംഭവങ്ങൾ നടക്കുമെന്നുള്ളത്.